ദേവാമൃതം. നമസ്കാരം. ഈശ്വര ചൈതന്യത്തിലേക്ക് നമ്മെ ഏറെ അടുപ്പിക്കുന്ന ദേവാമൃതത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം. സാഗരം അറിവിൻ്റെ സാഗരം, ഗുരുസാഗരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശിവലിംഗദാസ സ്വാമിയുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലൂടെ നാം ഗുരുവിനെ തേടി അലയുന്ന യാത്ര തുടരുകയാണ്. ഗുരുഷഡ്കമാണ് ഇവിടെ നമുക്ക് വഴികാട്ടിയായിരിക്കുന്നത്. ഗുരുഷഡ്കത്തിൻ്റെ അടുത്ത പദ്യത്തിൽ ശിവലിംഗദാസ സ്വാമി ഗുരുവിനെ മറ്റൊരു തലത്തിൽ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. നമുക്കറിയാത്ത ഒരു തലമാണത്. ഒരു സച്ശിഷ്യനായിരിക്കുന്നയാൾക്ക് മാത്രമേ അതേക്കുറിച്ചിട്ട് നമ്മോട് പറഞ്ഞു തരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണ്? ശിശിരീ കുർവതേ ശാന്തൈ കടാക്ഷൈ ശിഷ്യസഞ്ചയാൻ. ശിഷ്യസഞ്ചയത്തെ, ശിഷ്യരെ ശിശിരീ കുർവതേ, തണുത്ത കാറ്റുകൊണ്ട്, ആ തണുപ്പ് കൊണ്ട് ശമിപ്പിക്കുന്നവൻ, അവൻ്റെ സംശയത്തെ ശമിപ്പിക്കുന്നവൻ. ആ തണുത്ത കാറ്റ് എവിടെ നിന്നാണ് വരുന്നത്? ഗുരുവിൻ്റെ കടാക്ഷത്തിൽ നിന്നാണ് വരുന്നത്. ഒരു നോട്ടം കൊണ്ട് ശിഷ്യനെ തണുപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിഷ്യൻ ചൂടായി നിൽക്കുകയാണോ? അതെ. ഒരു ഗുരുവിനെ തേടുന്നയാളുടെ ഉള്ളം ചുട്ടുപഴുത്തുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് അയാളുടെ ഉള്ളം ചുട്ടുപഴുക്കുന്നത്? അയാളിലെ ജീവിതത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, ജീവിതത്തിൻ്റെ പൊരുളിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള സംശയം, ഈ ലോകം എന്താണ് എന്നറിയാൻ വയ്യാത്ത സംശയം. ഈ സംശയങ്ങളൊക്കെ ഉള്ളിൽ കിടന്ന് പലതരം ഉത്തരങ്ങൾ അയാൾക്ക് നൽകും. എന്നാൽ അതിലൊന്നും അയാൾക്ക് തൃപ്തി ഉണ്ടാവില്ല. ആ തൃപ്തിയില്ലായ്മ അനുഭവിച്ചുകൊണ്ട് ഉള്ള് ചുട്ടുനീറിക്കൊണ്ടാണ് ഒരു ശിഷ്യൻ ഗുരുവിനെ തേടുന്നത്. പലയിടങ്ങളിലും ചിലർ കറങ്ങി നടക്കും തൻ്റെ ഗുരു ആരാണ് എന്ന് അറിയാതെ. ഗുരു നിത്യചൈതന്യയതിയായി മാറിയ ജയചന്ദ്രൻ ഇതുപോലെ ഇന്ത്യയിൽ ആകമാനം കറങ്ങി നടന്നിരുന്നു എന്ന് യതിചരിതത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അദ്ദേഹം. വിവിധ ആശ്രമങ്ങളിൽ വിവിധ വ്യക്തികളുടെ പിന്നാലെ, ത്യാഗികളുടെ പിന്നാലെ, മുനിമാരുടെ പിന്നാലെയൊക്കെ കറങ്ങി നടന്ന് ഒടുവിലാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സച്ഛിഷ്യനായിരിക്കുന്ന നടരാജ ഗുരുവിൻ്റെ ശിഷ്യനായിട്ട് മാറുന്നത്. നടരാജ ഗുരുവിനെ കണ്ടപ്പോഴത്തേക്കാണ് താൻ അന്വേഷിക്കുന്ന പൂർണ്ണനായ ഗുരു ഇവിടെയുണ്ട് എന്ന് ഈ നിത്യചൈതന്യ യതിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ചുട്ടുനീറുന്ന മനസ്സുമായിട്ട് ഗുരുവിനെ അന്വേഷിച്ച് നടക്കുന്ന ആ ശിഷ്യൻ ഗുരുവിനെ കണ്ടെത്തുമ്പോൾ ഗുരു എന്താണ് ചെയ്യുന്നത്? ഒരു അധ്യാപകൻ്റെ അടുക്കൽ ശിഷ്യൻ വന്ന് സംശയം ചോദിക്കുകയാണെങ്കിൽ അധ്യാപകൻ തൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആ വിഷയത്തിൽ തനിക്കുള്ള ആ വൈദഗ്ധ്യത്തിൽ നിന്നുകൊണ്ട് അവന് ഒരു ഉത്തരം കൊടുക്കും. അപ്പോൾ ശിഷ്യൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നവനാണ് അധ്യാപകൻ. എന്നാൽ ശിഷ്യനും ഗുരുവും തമ്മിലുള്ള ബന്ധം ഇതിനേക്കാൾ വ്യത്യസ്തമാണ്. എന്താണ്? ഗുരു സംശയത്തിന് ഉത്തരം കൊടുക്കുകയല്ല ചെയ്യുന്നത്,
ശിഷ്യൻ്റെ ഉള്ളിലെ സംശയത്തെ ഇല്ലായ്മ ചെയ്തിട്ട് സംശയരഹിതമായ സത്യത്തെ അവന് ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കാലം ഗുരുവിനോടൊപ്പം ശിഷ്യൻ താമസിക്കേണ്ടി വരും ഈ അവസ്ഥയിലെത്തുവാൻ. എന്നാൽ ശിവലിംഗദാസ സ്വാമി പറയുകയാണ്, ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുത്ത് ചെന്നാൽ ഒരു കടാക്ഷം കൊണ്ട് ശിശിരത്തിലെ തണുത്ത കാറ്റിനെ പോലെ ശിഷ്യൻ്റെ ഉള്ളിലെ ചോദ്യങ്ങളെ ഇല്ലാതാക്കിയിട്ട് ആ ഉള്ളിനെ തണുപ്പിക്കുന്നവനാണ് ശ്രീനാരായണ ഗുരുദേവൻ. എത്രത്തോളം ഉന്നതമാണ് ഗുരുവിൻ്റെ സ്ഥാനം എന്ന് നോക്കുക ഗുരുഷഡ്കത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. നമുക്കിതിലൂടെ തന്നെ നമ്മുടെ യാത്ര തുടരാം. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ. അടുത്ത ലക്കത്തിൽ ബാക്കി കേൾക്കാം. ദേവാമൃതം